കോറോ ഹെൽത്തിലെ അൺഹെൽത്തി പിരിച്ചുവിടൽ. അപ്പോൾ ഇന്ന് രാവിലെ ഈ കമ്പനിയിലെ ജീവനക്കാർ ഞങ്ങളോട് സംസാരിച്ചിരുന്നു. വീണ്ടും അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ കൂടി, കമ്പനി നഷ്ടത്തിൽ എന്നത് പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി എന്നാണ് ജീവനക്കാരനായിരുന്ന ജസീൽ പറയുന്നത്. പലപ്പോഴും 12 മണിക്കൂറിലധികമാണ് കമ്പനിയിലെ ജോലി സമയമെന്നും ദിവസങ്ങളോളം അവധിയില്ലാതെ ജോലി ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്നും ജസീൽ. ജീവനക്കാർ ലേബർ ഓഫീസിൽ പരാതിപ്പെടുമ്പോൾ മാറ്റമുണ്ടാകും, എന്നാൽ പിന്നീടെല്ലാം പഴയപടിയാകുമെന്നും ജസീൽ ഇന്ന് രാവിലെ നമസ്തേ കേരളത്തിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു. ആ പ്രതികരണം കൂടി കേൾക്കാം. കേരളത്തിൽ നല്ല ലോകത്തെല്ലാവർക്കും നമുക്ക് ഏകീകൃതമായിട്ട്, അതായത് ഒരു തൊഴിൽ സമയം എന്ന് പറയുന്നത് 8 മണിക്കൂറാണ്. ഇവിടെ ഞങ്ങൾ 9 മണിക്കൂറാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന സമയം, അതായത് 9 മണി മുതൽ 6 മണി വരെ. പക്ഷെ നിങ്ങൾക്ക് അന്വേഷിച്ചാൽ മനസ്സിലാവും, ഈ കേരളത്തിന് പുറത്തുമുള്ള എല്ലാ ഓഫീസുകളിലും കോറോ ഹെൽത്ത് കൂടുതലും വർക്ക് ചെയ്യുന്നത് രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെയാണ്. പിന്നെ അതുപോലെ തന്നെ 14 ദിവസങ്ങളൊക്കെ അടുപ്പിച്ച് വർക്ക് ചെയ്ത ചരിത്രമുണ്ട് ഞങ്ങൾക്ക് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട്. ഒരു ബ്രേക്ക് പോലെ ഇട്ടാൽ അപ്പൊ കേരളത്തിൽ എന്താകും, കേരളത്തിൽ ഒരു 13 ദിവസം 14ാമത്തെ ദിവസം വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ പറയും ഇനി പറ്റില്ല, ഞങ്ങൾക്ക് ഒരു ദിവസം ബ്രേക്ക് തരണം, അതിന് കുറച്ച് വിശ്രമം വേണം, അതിനുശേഷം ഒരു ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ വരുള്ളൂ എന്ന് പറയുമ്പോൾ അവരെന്താ പറയുന്നത്, ഇല്ല കമ്പനിക്ക് ഇത്രയും വോളിയം ഉണ്ട്, നമുക്കിത് തീർത്ത് കൊടുക്കണം, ക്ലയന്റിന് നമുക്കിത് തീർത്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അവർ പ്രഷർ ചെയ്യാണ്. കുറച്ച് ജീവനക്കാർ ലേബർ ഓഫീസിൽ പോയിട്ട് കംപ്ലൈന്റ് ചെയ്തു, ഞങ്ങൾക്ക് ഇത് പറ്റുന്നില്ല, ഞങ്ങൾക്ക് കൊണ്ട് ഇത് താങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ലേബർ ഡിപ്പാർട്ട്മെന്റ് കൃത്യമായിട്ട് ഇടപെട്ടു. ഇത് കഴിഞ്ഞ 4 വർഷമായിട്ട് കേരളത്തിൽ നടക്കുന്നതാണ്. ഒരു 3 മാസം അവർ ആ ലേബർ ഓഫീസിൽ നിന്നുള്ള ഡയറക്ഷൻസ് അവർ ഫോളോ ചെയ്യും. ഓക്കെ, അവർ വൈകിട്ട് 7 മണിയാകുമ്പോൾ അവർ ക്ലോസ് ചെയ്യും. 9 മണിക്ക് 8 മണിക്ക് വരുന്ന ആളുകളെ 7 മണിക്ക് അവർ ഒഴിവാക്കി കൊടുക്കും. പക്ഷെ 3 മാസം കഴിഞ്ഞ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അയയുമ്പോൾ വീണ്ടും അവർ ഈ കാര്യങ്ങൾ കൊണ്ടുവരും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ 2-3 തവണയായിട്ട് ഈ കമ്പനിയിൽ നടന്നിട്ടുണ്ട് മുമ്പ്. അപ്പോൾ ഇങ്ങനെ ഈ അവസ്ഥകളിൽ ജോലി ചെയ്യുന്ന മനുഷ്യരാണ് നമ്മുടെ നാട്ടിലുള്ളത് എന്ന യാഥാർത്ഥ്യം കൂടി ചുരുളഴിഞ്ഞ് വരുന്നുണ്ട്. കൂട്ട പിരിച്ചുവിടൽ ഇത് കേരളത്തിലൊരു ഐ ഓപ്പണർ ആണ്. NK ഷിജു വിവരങ്ങളുമായി ചേരുകയാണ്. ഷിജു, അപ്പോൾ ഈ വിഷയത്തിൽ ഈ തൊഴിലാളി സംഘടനകളുടെ ഇടപെടലൊക്കെ നേരത്തെ വളരെ പ്രസക്തമായിരുന്നെങ്കിൽ അത് വളരെയധികം പരിമിതപ്പെടുന്ന ഒരു സാഹചര്യം ഇതിനിടയിലുണ്ട്. കേരളത്തിലുള്ള നിലവിലുള്ള ചട്ടങ്ങൾക്കനുസരിച്ച് അവർക്ക് പ്രവർത്തിക്കാൻ സൗകര്യമില്ല എന്ന ഒരു നിലപാടാണ് ഈ കമ്പനി സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് അവര് ഏകപക്ഷീയമായി പിരിച്ചുവിടലൊക്കെ നടപ്പാക്കി. അറിയില്ല, ഇവിടുത്തെ മാനേജർമാർ അടക്കമുള്ളവർ പിരിച്ചുവിട്ടവരിൽ ഉൾപ്പെടുന്നുണ്ട്. ഒരു വൈസ് പ്രസിഡന്റ് മാത്രമുണ്ട്. അവർ കൃത്യമായി ഒരു മറുപടിയും ലേബർ കമ്മീഷന് മുമ്പിൽ നൽകിയിട്ടുമില്ല. ഈ സ്ഥാപനം ചെന്നൈ, ഹൈദരാബാദ്, അതുപോലെ നോയിഡയിൽ അവരുടെ നിരവധി സ്ഥലത്ത് റിക്രൂട്ട്മെന്റ് ഉണ്ട്, ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നുണ്ട്. അതുകൊണ്ട് സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്നത് ഇവർക്ക് ഒരു പ്രശ്നമല്ല എന്ന് ഇപ്പോൾ തന്നെ ലേബർ ഓഫീസർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കാരണം ഒരു ചർച്ച കഴിഞ്ഞ് മധ്യസ്ഥ ശ്രമം സർക്കാർ ഇടപെടുന്നുവെന്ന് തോന്നിയ ഘട്ടത്തിൽ തന്നെ ഈ കമ്പനി ചെയ്തത് മുഴുവൻ തൊഴിലാളികൾക്കും അവരുടെ അക്കൗണ്ടിലേക്ക് 2.5 മാസത്തെ പണം മുൻകൂറായി ഇട്ടുകൊടുക്കുകയാണ് ചെയ്തത്. ഏതാണ്ട് 15 കോടിയിലധികം രൂപ ഒറ്റ രാത്രി കൊണ്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു കമ്പനിക്ക് സാമ്പത്തിക പ്രതിസന്ധിയില്ല. ചർച്ചയ്ക്ക് പങ്കെടുക്കാൻ നോട്ടീസ് കൊടുക്കാൻ പോലും ആർക്ക് കൊടുക്കണമെന്നറിയാത്തൊരവസ്ഥയുണ്ട്. കാരണം ഇതാരും സ്വീകരിക്കാൻ തയ്യാറല്ല. ഒടുവിൽ ഈ കമ്പനിയുടെ ഓഫീസിൽ പോയി അവിടെയുള്ള നോയിഡ ആസ്ഥാനമായ അഡ്രസ്സ് സംഘടിപ്പിച്ച് അതിലേക്ക് ഇമെയിൽ അയക്കുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അതിന് മറുപടി ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് സർക്കാരിന്റെയും അതുപോലെ കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ ഒരു ഇടപെടലൊക്കെ ഈ കാര്യത്തിൽ ഈ തൊഴിലാളികൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം കേരളത്തിൽ തന്നെ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ കൂട്ട പിരിച്ചുവിടൽ എന്നൊരു സംഭവം വന്നിട്ടുള്ളത്. ഇത് വരാനിരിക്കുന്ന കമ്പനികൾക്കും ഇത് നടപ്പാക്കുമോ എന്നൊരു ആശങ്ക തൊഴിലാളികൾക്കെല്ലാം ഉണ്ട്. അതുകൊണ്ട് ഒരു സംസ്ഥാനം ഇക്കാര്യത്തിൽ ഇതൊരു പ്രധാനപ്പെട്ട സംഭവമായി എടുത്ത് ഒരു നീക്കത്തിലേക്ക് പോകണം. പക്ഷേ സർക്കാരിന്റെ മുമ്പിൽ എന്താണ് വഴി എന്ന് പോലും കൃത്യമായി അറിയാത്തൊരു സാഹചര്യവുമുണ്ട്. ശീതൽ. ഓക്കെ, അപ്പോൾ ഇതാണ് സാഹചര്യം. അപ്പോൾ മൾട്ടിനാഷണലായി മൾട്ടി സ്റ്റേറ്റ് ആയി പ്രവർത്തിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങൾക്ക് അദൃശ്യമായി നിൽക്കുന്ന നിയമന ഉത്തരവുകൾക്കും ആ എംപ്ലോയർക്കും ഈ വ്യവസ്ഥകളേക്കാൾ കൂടുതൽ ഇവിടെ അധികാരമുണ്ട് എന്ന നിലയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ വിഷയത്തിൽ വിശദമായ പ്രതികരണത്തിലേക്കാണ് ഇനി പോകുന്നത്. പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാവും മുൻ ലോക്സഭാ അംഗവുമായ തമ്പാൻ തോമസ് നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. സ്വാഗതം ശ്രീ തമ്പാൻ തോമസ്. അപ്പോൾ ഈ വിഷയം, ഇതിന്റെ ഒരു പരിധി, അത് പുതിയ ഈ ലേബർ കോഡ് കമ്പനി അധികൃതർക്ക് ആയുധമാകുന്ന ഒരു സാഹചര്യമാണോ എന്നുള്ളതാണ് നമുക്ക് പരിശോധിക്കേണ്ടതെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ അനുമതി വാങ്ങാതെ പിരിച്ചുവിടാൻ അധികാരം നൽകുന്ന വ്യവസ്ഥയിൽ മാറ്റം വരുമ്പോഴും ഇവിടെ ഈ 300-ന് മുകളിലാണ് കോറോ ഹെൽത്തിലെ സംഖ്യ. അപ്പോൾ നിയമവിരുദ്ധം തന്നെയാണ്. എന്നിട്ടും കമ്പനിക്ക് പ്രതിരോധിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടായിരിക്കും? ഇതാണ് പുതിയ ലേബർ കോഡ് വരുത്തി വയ്ക്കുന്ന വിന. അതിനകത്ത് വളരെ വ്യക്തമായും ഈ കൊറോഗോ കമ്പനിയിലെ പിരിച്ചുവിടൽ നടപടിയിൽ നിയമലംഘനം ഉണ്ടായിട്ടുണ്ട്. ആ നിയമലംഘനം മാത്രമാണ് തൊഴിലാളികൾക്ക് എന്നുള്ള പ്രതിരോധം. അതല്ല ഒരു ഡിഫൻസ് എന്ന് പറയുന്നത്. അതേ അവസരത്തിൽ അവർ ഒപ്പിട്ട് കൊടുത്തിട്ടുള്ള കരാർ, കോൺട്രാക്ട്, അത് ഞാൻ വായിച്ചു നോക്കി. ആ കോൺട്രാക്ട് വ്യവസ്ഥകളിൽ കമ്പനിക്ക് ഇതിനുള്ള അധികാരം നൽകുന്നുണ്ട്. വിദേശ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർ പ്രാധാന്യം നൽകുന്നത് ആ കോൺട്രാക്റ്റിനാണ്. അതായത് എല്ലാ നിയമനങ്ങളും ഒരു കോൺട്രാക്ട് അടിസ്ഥാനത്തിലാകുമ്പോൾ
നാം കയറുമ്പോൾ ഒപ്പിട്ട് കൊടുത്തിട്ടുള്ള കരാറിലെ വ്യവസ്ഥകൾ അത് ഏതാണ്ട് ഇതിനകത്ത് ഒരു 10-25 വ്യവസ്ഥകൾ ഇവരുടെ കോൺട്രാക്ട് വ്യവസ്ഥകളിലുണ്ട്. ആ വ്യവസ്ഥകളിൽ ഏകപക്ഷീയമായി മാനേജ്മെന്റിന് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കേരള ഗവൺമെന്റിന്റെ ഇടപെടല് കൊണ്ട് കാര്യങ്ങൾക്ക് ഒരു പരിസമാപ്തി ഉണ്ടാകുകയില്ല. ഞാൻ ഇന്നലെ ലേബർ ഓഫീസറുമായിട്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹവും അനാഥത്വമാണ് പറയുന്നത്. കാരണം ഒരു ഒത്തുതീർപ്പുണ്ടാക്കുന്നതിന് ഒരു മധ്യസ്ഥ ശ്രമത്തിന് തൊഴിൽ നിയമത്തിൽ അനുശാസിക്കുന്ന കോഡുകളിൽ പോലും അനുശാസിക്കുന്ന കൺസിലിയേഷന് അല്ലെങ്കിൽ മീഡിയേഷന് ഇന്റർവെൻഷന് ഉള്ള സാധ്യതകൾ ഈ കോഡുകൾ മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ അവയെല്ലാം അതിജീവിക്കുന്ന കരാറുകൾ ഈ ജീവനക്കാർ വ്യക്തിപരമായി ഒപ്പിട്ട് കൊടുത്തുകൊണ്ട് കയറുമ്പോൾ ഇല്ലാതെ കണ്ടാകുകയാണ്. ആ കരാറാണ് ഇതിന്റെ ഉടമസ്ഥൻ അവരുടെ അടിസ്ഥാന രേഖയായി സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ആ കരാറിനേക്കാൾ ഉപരിയായിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി ബൈൻഡിങ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയുള്ളൂ. നമ്മൾ നാളിതുവരെ ചെയ്തു വരുന്നത് പോലെ കേരളത്തിലെ ഒരു ലേബർ ഓഫീസർക്കോ ഒരു ലേബർ മിനിസ്റ്റർക്കോ ചെയ്യാവുന്നതിന് പരിമിതികൾ ഒട്ടേറെയുണ്ട്. തീർച്ചയായും ശ്രീ തമ്പാൻ തോമസ് വ്യക്തമാണ്. അപ്പോൾ ഈ കാണുന്ന രീതിയിലല്ല ഇതിന് ഇടപെടൽ വേണ്ടത്. ഒരു ലാർജർ ഫ്രെയിംവർക്കിൽ കാര്യങ്ങളെ കണ്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് താങ്കൾ പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. അതിന് ഞാൻ കാണുന്ന പോംവഴി ഈ ജീവനക്കാർ അടിയന്തരമായി അന്തർദേശീയ കോൺഫെഡറേഷനുമായി ബന്ധപ്പെടണം. ഇന്റർനാഷണൽ കോൺഫെഡറേഷൻ ഓഫ് ട്രേഡ് യൂണിയൻസ് എന്ന ഒരു ലോക സംഘടനയുണ്ട്. ആ സംഘടനയുടെ ഘടകമാണ് അമേരിക്കയിലെ AFL-CIO എന്ന് പറയുന്ന സംഘടന. അത് അമേരിക്കയിലെ ഏക ട്രേഡ് യൂണിയൻ സംഘടനയാണ്. ആ ട്രേഡ് യൂണിയൻ സംഘടന മുഖേന അമേരിക്കയിലെ ഇതിന്റെ മാനേജ്മെന്റിന്റെ മുൻപാകെ ഈ പ്രശ്നങ്ങൾ ഉന്നയിച്ചു കൊണ്ടുവരികയും അങ്ങനെ ഉന്നയിക്കുകയാണെങ്കിൽ തീർച്ചയായും അമേരിക്കൻ നിയമം അനുസരിച്ചും ഇവിടുത്തെ നിയമം അനുസരിച്ചും അന്തർദേശീയ തൊഴിൽ നിയമം അനുസരിച്ചും ILO കൺവെൻഷനുകൾ അനുസരിച്ചും ഈ പ്രശ്നത്തെ ഒരു തൊഴിൽത്തർക്കമായി പരിഗണിച്ച് മാനേജ്മെന്റുമായി സംസാരിക്കുവാനുള്ള അവസരം കിട്ടും. 100 ജീവനക്കാർ എന്നുള്ള ത്രഷോൾഡ് 300ലേക്ക് ആകുന്നതും ഈ നിയമന ഒരു കോൺട്രാക്ട് എന്നതിന് ഒരു സർവാധികാരം ലഭിക്കുന്നതുമാണ് ഇതിലെ പ്രധാനപ്പെട്ട ഭേദഗതിയായി വരുന്നത്. അപ്പോൾ അതിലൊരു പുനഃപരിശോധന, ഗൗരവതരമായ പുനഃപരിശോധന നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെ വേണ്ട സാഹചര്യമുണ്ടോ? അനിവാര്യമാണ്. അതായത് കോൺട്രാക്ടിന് മുൻതൂക്കം കൊടുക്കുന്ന ഏത് നിയമന വ്യവസ്ഥകളും ആ നിയമന വ്യവസ്ഥകൾ രാജ്യത്ത് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള നിയമത്തെ ലംഘിച്ചുകൊണ്ടാണെങ്കിൽ, പബ്ലിക് പോളിസിയെ നിഷേധിച്ചുകൊണ്ടാണെങ്കിൽ അതിന് നിലനിൽപ്പില്ല എന്ന് ഇതിന്റെ ഉടമകളെ മനസ്സിലാക്കി കൊടുക്കണം. അതിന് ആരിടപെടുമെന്നുള്ളതാണ് പ്രശ്നം. കേന്ദ്ര ഗവൺമെന്റ് ഈ ലേബർ കോഡ് നടപ്പാക്കുന്നതിൽ വ്യഗ്രത കാണിക്കുമ്പോൾ, സംസ്ഥാന ഗവൺമെന്റ് നിസ്സഹായരായി നിൽക്കുമ്പോൾ, സുപ്രീം കോടതി തന്നെ തൊഴിലാളികൾ രാജ്യത്ത് ഒരു എതിർശക്തികളാണെന്ന് പ്രഖ്യാപിക്കുമ്പോൾ എവിടെ നിന്ന് ഈ തൊഴിലാളികൾക്ക് നീതി കിട്ടും? ഇത്തരം പ്രശ്നങ്ങൾ എവിടേക്കാണ് നമ്മുടെ രാജ്യത്തെ കൊണ്ടെത്തിക്കുക? ഈ സംഗതികൾ ആവർത്തിച്ചാൽ ഈ ലേബർ കോഡ് നടപ്പാക്കി കഴിയുമ്പോൾ ഉണ്ടാകുന്നത് ഒരു സിവിൽ വാറാണ്. ഇത്തരം 10 കമ്പനികൾ പൂട്ടിക്കഴിഞ്ഞാൽ അനാഥരായ തൊഴിലാളികൾ എന്ത് ചെയ്യും? നമ്മുടെ രാജ്യത്തെ സമാധാനപരമായ ജീവിതം തന്നെ അസ്വസ്ഥമാകയില്ലേ? അതുകൊണ്ട് അടിയന്തരമായി ലേബർ കോഡുകളിൽ തന്നെ തിരുത്തലുകൾ വരുത്തിക്കൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കാണണം. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ തമ്പാൻ തോമസ് പ്രതികരിച്ചതിന്. അപ്പോൾ അതാണ് ഇതിലെ കാര്യം. ഈ രീതിയിൽ ജീവനക്കാരെ പിരിച്ചുവിടുന്നത് അത് തൊഴിൽ ചൂഷണമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതിന് വേണ്ട ഇടപെടൽ പല തലങ്ങളിൽ വേണ്ടതാണ്. കോറോ ഹെൽത്തിൽ സംഭവിച്ചത് മറ്റൊരു ലേ ഓഫ്, നമ്മൾ കേൾക്കുന്ന 100 കണക്കിന് ലേ ഓഫുകളിൽ ഒന്നായി മാത്രം കാണരുത്. അത് രാജ്യത്തിനകത്തുള്ള നിയമങ്ങളുടെ ഒരർത്ഥത്തിലെ ദുരുപയോഗം കൂടിയായി മാറുമ്പോൾ സംവിധാനങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന ചോദ്യം കൂടിയാണ് ബാക്കിയാകുന്നത്. അപ്പോൾ എല്ലാ തരത്തിലും തൊഴിലാളി സംഘടനകളുടെയും സർക്കാരിന്റെയും ഒക്കെ ഇടപെടലിനെ പരിമിതപ്പെടുത്തുകയോ ഇല്ലാതാക്കുകയോ ചെയ്യുന്ന രീതിയിൽ ഈ നിയമങ്ങൾ നിലവിൽ നിൽക്കുകയാണെങ്കിൽ അത് ഗൗരവതരമായ പരിശോധനകൾക്ക് വിധേയമാകണമെന്ന അഭിപ്രായം കൂടി അതിശക്തമായി ഉയർന്നു വരുന്നുണ്ട്. ഇനി മറ്റു വാർത്തകളിലേക്ക്